ടു കാശ്മീർ യാത്രയുടെ തുടക്കമായിരുന്നു എന്ന് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് വണ്ടികൾക്ക് കൈ കാണിച്ചിട്ട് അവസാനം വിനീതേട്ടനാണ് ഞങ്ങൾക്ക് ഇന്നലെ ഫസ്റ്റ് ലിഫ്റ്റ് വന്നത്. വയനാട് വഴി മൈസൂരിലോട്ടാണ് ഞങ്ങൾ റൂട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അടിവാരം വരെയുള്ള വേറൊരു വണ്ടി റെഡിയാക്കി തന്നിട്ടാണ് വിനീതേട്ടൻ പോയത്. മലപ്പുറംകാരനായ കാസിംകയാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ലിഫ്റ്റ് വന്നത്. ഇതിന്റെ മുന്നേ കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ലോറിയിൽ ഹിച്ചൈക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്. കാസിംക യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. അടിവാരത്ത് ഇറക്കി തന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഓരോ ചായയൊക്കെ കുടിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് തൃശ്ശൂരില്ല 2 ചേട്ടന്മാരെ വണ്ടി കിട്ടുന്നത്. അവർ ഡയറക്റ്റ് മൈസൂരിലോട്ടായിരുന്നു. ചെക്ക് പോസ്റ്റിൽ നിന്ന് നല്ലൊരു ഉറക്കമൊക്കെ പാസ് ചെയ്തിട്ട് ഞങ്ങൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി ഗുണ്ടൽപേട്ടിലോട്ട് പോയി. അങ്ങനെ മോർണിംഗ് ഒരു 6-6:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ കർണാടക എത്തി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അതോടെ തന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ സ്പോട്ട് തപ്പി ഒരു കുഞ്ഞി ചായക്കടയിലോട്ട് പോയി അവിടുന്ന് ഓരോ ചായയൊക്കെ കുടിച്ചു. ഇതാണ് സഞ്ജയൻ ശ്രീജിത്തേട്ടൻ. ഇവർ തൃശ്ശൂരിൽ നിന്നാണ്. ഇവരാണ് ഞങ്ങൾക്ക് ലിഫ്റ്റ് വന്നത്. ഇവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു ഗുണ്ടൽപേട്ടിലോട്ട്. നമ്മളെ കേരള ടു കാശ്മീർ യാത്രന്റെ ഡേ 2 ആണ് ഇന്ന്. ഇപ്പൊ നമ്മളുള്ള കർണാടകയിലെ ബെഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളുടെ കൂടെ സഞ്ജയ് ചേട്ടനുണ്ട്. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ ഇപ്പം കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക. അടിപൊളി സ്പോട്ടിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? മൈസൂര്. ഇവിടുന്ന് നമ്മള് മൈസൂരിലോട്ടാണ് പോകുന്നത്. ബെഗൂർ ടു മൈസൂർ. മൈസൂരിന് എന്താ പ്ലാൻ? മൈസൂരിനും പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. നമ്മൾ കിട്ടുന്ന വണ്ടി കയറി എങ്ങോട്ടെങ്കിലൊക്കെ പോകും. അപ്പൊ കേരള കാശ്മീർ ട്രിപ്പിന്റെ ഡേ 2 ആണ്. ഞങ്ങളിപ്പോ നെഞ്ചുകോട് അടുത്ത് കർണാടകയിലുള്ള ഒരു കനാലിന്റെ അടുത്താണ്. ഇവിടെ ലോറി ചേട്ടന്മാര് കുളിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഞാൻ കുളിക്കാൻ ഇപ്പൊ ഇറങ്ങുന്നില്ല. നല്ല അടിയൊഴുക്കുണ്ട്, നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. ഇവരിതാ കുളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അർജു എങ്ങനെയുണ്ട്? വെള്ളം തണുപ്പുണ്ടോ? ഇവര് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല മീനൊക്കെ ഉണ്ട്. നല്ലൊരു വൈബുള്ളൊരു സ്ഥലം. ഹായ്, ഇന്നലെ കുളിച്ചതാ, ഇന്ന് കുളിക്കൂല. നിങ്ങളിപ്പോ ഉള്ളത് കർണാടകയിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കേരള ട്രിപ്പ് ഒരു മാസത്തേക്ക് ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. ഞങ്ങള് കല്യാണം കഴിഞ്ഞതിന്റെ ഹണിമൂൺ. ഇവൾക്ക് വലിയൊരു ആഗ്രഹം ഹിച്ചൈക്ക് ചെയ്ത് പോകണം എന്നുള്ളത്. അപ്പൊ എന്താണ് പ്ലാൻ? കാശ്മീർ. അപ്പൊ നമ്മൾ ഹിച്ചൈക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഏകദേശം കേരളത്തിൽ നിന്ന് വന്നു, കർണാടകയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ലിഫ്റ്റ് അടിച്ച് അങ്ങനെ കാശ്മീർ യാത്ര. ഒരു 1 month ഇനി കുറച്ച് കാശ്മീരിലെ എപ്പിസോഡുകളും അതുപോലെ ഈ യാത്രകളായിരിക്കും നമ്മൾ കാണിക്കുക. അപ്പൊ എന്തായാലും പൊളിക്കണ്ടേ? ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ ഹണിമൂണൊക്കെ ഹിച്ചാക്കി ചെയ്തിട്ട് കാശ്മീരിൽ പോകുന്ന ആളുകൾ ഉണ്ടാവുക. അപ്പൊ ഞങ്ങൾ തന്നെ അവിടെ അല്ലേ? പാണ്ഡവപുര റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. എന്നുവെച്ചാൽ ഒരു അന്തവും ഒന്നും ഇല്ലാത്തൊരു സ്ഥലം, ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഒരു പട്ടിക്കാടാണോ ചോദിച്ചാൽ പട്ടിക്കാടല്ല, ടൗൺ ആണോ ചോദിച്ചാൽ അതുമല്ല. ലഞ്ച് കഴിച്ചിട്ടില്ല, ഈവനിങ് ആയിട്ടുണ്ട്. ഇനി എന്താ കഴിക്കണം? കപ്പ. അന്നറാ എന്റെ എടുക്കടാ നീ. പുതിയ എക്സ്പീരിയൻസ്. എന്റെ പൊന്നേ അർജു. അങ്ങനെ കാളവണ്ടിയിലാണ് പോകുന്നത്. പേരെന്താ? കാശ്മീർ. ഹലോ, ഞാൻ അവിടെ പറ എന്താ എക്സ്പീരിയൻസ് പറ. സ്വല്പം കൊത്തും. എക്സ്പീരിയൻസ് റിയലി നൈസ്. ഇതൊന്നും കിട്ടൂല വിചാരിക്കാത്ത സാധനം. സിനിമയിൽ ഇവിടെ ക്യാമ്പിംഗ് മേലാണ്. അപ്പൊ നമ്മളുള്ളത് കർണാടകയിൽ തന്നെ കെണ്ണാളു എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. ഇവിടെ കരിമ്പ് കൃഷി
കരിമ്പ് കൃഷി ഒപ്പം തന്നെ ഷുഗറിൻ്റെ പഞ്ചസാര പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് കേട്ടോ. വലിയൊരു യൂണിറ്റാണ്. പിന്നെ ഇവിടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു കാളവണ്ടി അല്ലേടി? അല്ല അർജുൻ? അപ്പം നമുക്ക് ഇതൊരു കാളവണ്ടിയിൽ യുവർ നെയിം ഗോകാനന്ദ സിയാസ് ഇന്ത ആളാണ് നമുക്ക് ഗിഫ്റ്റ് എന്താ പറയുക ലിഫ്റ്റ് തന്നത്. നമുക്ക് ഈ കന്നഡ വലിയ പിടുത്തല്ല, ഹിന്ദി ഓക്കെയാണ്, ഹിന്ദി ആൾക്ക് അറിയില്ല, അതാണ് പ്രശ്നം. ഇവിടെ ആരാളുണ്ട്? ഹായ്. എന്തെല്ലാണ് അറിയണേ? താങ്ക് യു, ധന്യവാദ്. അടിപൊളി, വേറൊരു എക്സ്പീരിയൻസ് ആണ്. യാത്രയിൽ ഞാൻ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാളവണ്ടിയിൽ എന്നല്ലേ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി. ഞാൻ ചേട്ടൻ ലിഫ്റ്റ് വെച്ചാണ് തന്നത്. എന്താ അർജുൻ എക്സ്പീരിയൻസ്? നമ്മളതാ മല്ലിതാ കാളാനെ ഓടിക്കാൻ നിൽക്കാണ് ഗൈസ്. ഞങ്ങളുള്ളത് കർണാടകയിലെ ഒരു ഗ്രാമത്തിലാണ്. അപ്പൊ നമ്മളിത് കാളവണ്ടി ജസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടേ എനിക്കിത് അറിയുന്ന ഒരു പരിപാടി ആയതുകൊണ്ട്. ഹലോ ഗായ്സ്, നമ്മളെ ഡ്രൈവർ ഇതാ ക്യാമ്പിംഗ് ഗായ്സ്. ഹലോ ഗായ്സ്, നമ്മളെ ഇപ്പൊ കാളവണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പിംഗ് മെല്ല് ഗായ്സ്. ലൈവിലുണ്ട് ഗായ്സ്. എന്ത് പറയാനാണ്, ഒന്നും പറയാനില്ല. പേടിച്ചിട്ട് ഒരാൾ നമ്മളതാ നമ്മളെ ഏട്ടൻ അവിടെതാണ്. നമസ്കാരം. നീ പറഞ്ഞ നിഹാല, ഞാൻ ഇതെങ്ങനെ ആക്കിയപ്പോ അത് സ്പീഡ് കൂടിയില്ലേ? ആ ബാഗ് ഉരുണ്ട് വെക്കുന്ന നോക്കിയോണ്ടിയാ. ഞങ്ങള് കാശ്മീരിലേക്ക് പോവാണ് ഗായ്സ് കാളവണ്ടിയില്. ഞങ്ങളിവിടെ അപ്പോൾ ഗായ്സ് നമ്മളിതാ ഫാക്ടറിയിലേക്ക് കരിമ്പ് കൊണ്ടുപോകുന്ന ഒരു കാളവണ്ടിയിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവരാണ് നമ്മുടെ കാളവണ്ടീൻ്റെ ഓണർ. ഞങ്ങളെ കൊണ്ടുപോകും. അതെ ഗായ്സ്, ഇപ്പൊ പോത്തുകളെ കയറ്റിട്ടാണ് ഗായ്സ് പോകുന്നത്. അതെ അതെ, ഒന്ന് ചോദിച്ചാണ് മൂപ്പരോട് വന്ന്. ഹായ് പറ. ഹായ്. സ്വൽപ്പ ബാക്കിയായിരിക്കാം ഒന്നുമേ പുരിയായി. ವರ್ಷ 30 വർഷമോ? 30 വർഷമായില്ലേ? എന്താ ചോദിച്ചങ്ങള്? മനയല്ലി എന്നുവെച്ചാ വീട് എവിടെ? കരിമ്പ് എഴുന്ന കിട്ടുമോ ചോദിക്കും. മനയില് കരിമ്പുണ്ടോ ചോദിക്കും. കരിമ്പ് കിട്ടുമോ? കരിമ്പ് കിട്ടുമോ? ಕಬ್ಬು ಅಲ್ಲೇ ಸಿಗೋದು ನಿಮ್ಗೆ. ಅಲ್ಲೇ ಸಿಗೋ നേരെ ಎಷ್ಟು ಯಾವಾಗ ಗಾಡಿ ಬರ್ತಾ ಇರ್ತದೆ അവിടെ എവിടുന്ന കാര്യം നമ്മൾ എടുത്ത അവിടെ നിന്നല്ലേ? ഗൈസ് നമ്മള് കരിമ്പ് ചോദിച്ചിട്ടുണ്ടായിന് ഗൈസ്. പക്ഷെ കരിമ്പ് നമ്മളെ ഇറക്കി കൊടുക്കുന്നതാണ് നമ്മളെ. ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഒരു ചേട്ടൻ ഞങ്ങൾക്ക് കരിമ്പ് വന്നു. എനിക്കങ്ങട് മധുരണ്ടോ? കരിമ്പ് പിന്നെ മധുരല്ലാണ്ട് ഉപ്പുണ്ടാവും. അതിന്റെ ഇടക്ക് തള്ളല്ലെന്ന് ഗൈസ്. പല്ല് വേദന എടുക്കുമ്പോ ഇത് വേറെ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. Guys,
കാട്ടുന്നു. നമ്മളിപ്പോ ഒരു ലോറി ഡ്രൈവറിന്റെ കൂടെ പോവാണ്. കർണാടക ആന്ധ്ര ബോർഡറിലോട്ടാണ് പോകുന്നത്. ഒരു കുഞ്ഞു ലോറിയാണ്. ഇവിടെ കുറെ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങളെ കുറച്ച് അവസ്ഥയിലാണ്, പക്ഷെ ഇതൊരു യാത്രയിൽ ആ ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ, നമ്മള് എൻജോയ് ചെയ്യാം. പോകുന്ന വഴി നൈറ്റ് ആയതിനെ കൊണ്ടാണ് ശരിക്കും നല്ല രസമുള്ള വഴിയാണ്. മൂപ്പര് മൈസൂരിൽ ഹൈദരാബാദിലോട്ടാണ് പോകുന്നത്. മാത്രമല്ല ഞങ്ങളുടെ ലഗേജ് ഭയങ്കര ഹെവി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. മുമ്പ് ഇതിന്റെ മുകളിൽ സെറ്റ് ആക്കി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റില്ല. ലോറി ഡ്രൈവർ സത്യം പറയാൻ എങ്ങോട്ടാന്ന് അറിയില്ല. മിരൂര് എന്ന് പറഞ്ഞ സ്ഥലം, ബെല്ലാരി എന്നൊക്കെ പറഞ്ഞ സ്ഥലം. കേട്ട് പരിചയമുള്ളൂ. അത് ബോർഡറാണ്, ആന്ധ്രന്റെ ബോർഡറാണ്. മേ ബി അതുവഴി അങ്ങനെ പോകും, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ വണ്ടി പിടിച്ച് അങ്ങനെ പ്ലാൻസ് ഇല്ല, അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ലെറ്റ്സ് സീ.